കണ്ണൂർ വിമാനത്താവളത്തിന് വിദേശ വിമാനങ്ങളുടെ സർവീസിനുള്ള പോയിന്റ് ഓഫ് കോൾ പദവി വൈകാതെ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. കിയാലിന്റെ 15ാമത് വാർഷിക പൊതുയോഗത്തിൽ ഓൺലൈനായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പ്രധാനമന്ത്രിയുമായി ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം കേന്ദ്ര സിവിൽ ഏവിയേഷൻ വകുപ്പ് മന്ത്രിയുമായും ഉടൻ കൂടിക്കാഴ്ച നടത്തുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. കണ്ണൂരിൽ സർവീസുകൾ വർദ്ധിപ്പിക്കുന്നതിന് വിമാന കമ്പനികളുമായി ചർച്ച നടത്തി വരികയാണ്. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും കൂടുതൽ ആഭ്യന്തര സർവീസുകൾ ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്നും മുഖ്യമന്ത്രി അറിയിച്ചു. എയർപോർട്ട് സർവീസ് ഇന്റർനാഷണൽ നടത്തിയ എയർപോർട്ട് സർവീസ് ക്വാളിറ്റി സർവേയിൽ കണ്ണൂർ വിമാനത്താവളം ഇന്ത്യയിലെ മികച്ച 3 വിമാനത്താവളങ്ങളുടെ പട്ടികയിലും ആഗോളതലത്തിൽ ആദ്യ 10ലും ഇടം നേടിയിട്ടുണ്ട്. കിയാലിന്റെ നിലവിലുള്ള കടം പുനഃക്രമീകരിക്കാൻ REC ലിമിറ്റഡുമായി ചേർന്ന് പദ്ധതി തയ്യാറാക്കുന്നുണ്ട്. അന്താരാഷ്ട്ര കാർഗോ കോംപ്ലക്സ് ഉടൻ പ്രവർത്തനം തുടങ്ങുമെന്നും ഹജ്ജ് ഹൌസ് സ്ഥാപിക്കാൻ ചർച്ചകൾ നടന്നുവരികയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ വിമാനത്താവളത്തിന്റെ 15ാമത് വാർഷിക പൊതുയോഗം ഓൺലൈനായാണ് ചേർന്നത്. 70 ഓഹരി ഉടമകൾ യോഗത്തിൽ പങ്കെടുത്തു. ഇതിനോടകം 60 ലക്ഷം യാത്രക്കാർ കണ്ണൂർ വിമാനത്താവളം വഴി യാത്ര ചെയ്തു. സൗകര്യങ്ങൾ വർദ്ധിച്ചാൽ ഇനിയും യാത്രക്കാരുടെ എണ്ണം ഉയരും. കൂടുതൽ ആഭ്യന്തര സർവീസുകൾ ആരംഭിക്കാൻ വിമാന കമ്പനികളുമായി ചർച്ചകൾ തുടരുകയുമാണ്. 2023-24 വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ യോഗം അംഗീകരിച്ചു. കിയാൽ MD-യുടെ ശമ്പളം വർദ്ധിപ്പിച്ചതിന് അംഗീകാരം, ഡയറക്ടർമാരായ MA യൂസഫ് അലി, MP ഹസൻ കുഞ്ഞി എന്നിവരുടെ പുനർനിയമനം എന്നീ അജണ്ടകളും യോഗം പരിഗണിച്ചു. കിയാൽ MD C ദിനേശ് കുമാർ, കമ്പനി സെക്രട്ടറി AB ഈപ്പൻ, ഡയറക്ടർമാർ എന്നിവരും ഓൺലൈൻ യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി. കണ്ണൂർ വിമാനത്താവളം വിവരാവകാശ പരിധിയിൽ വരില്ലെന്ന് ഓഹരി ഉടമകളുടെ ചോദ്യത്തിന് മറുപടിയായി കിയാൽ അധികൃതർ വ്യക്തമാക്കി. CAG-യുടെ ഓഡിറ്റും നടത്താനാകില്ല. നിലവിൽ ഓഡിറ്റിന് ഏജൻസിയെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നും ഓഹരി ഉടമകൾ സഹകരിക്കണമെന്നും കിയാൽ അറിയിച്ചു. ഇനി മനസ്സ് നിറയെ ഇഷ്ടം നിറഞ്ഞോണം. ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ.